കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നുവെന്നാണ് ജോർജിന്റെ മൊഴി. രാവിലെ എത്തിയ ഹരിതകർമ്മ സേനാംഗമാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ സ്ത്രീയുടെ മൃതദേഹം ആദ്യമായി കണ്ടത്. അരവരെ ചാക്കിൽ കയറ്റിയ നിലയിലും അരയുടെ താഴോട്ട് നഗ്നമായ അവസ്ഥയിലുമായിരുന്നു മൃതദേഹം. ഇതിന് സമീപം ജോർജ് ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇയാൾ മദ്യലഹരിയിലുമായിരുന്നു. തുടർന്ന് കൗൺസിലറെ വിവരമറിയിക്കുകയും കൗൺസിലർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ജോർജിനെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. എന്നാൽ ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ ജോർജ് കുറ്റം സമ്മതിച്ചില്ല. ആരോ തന്റെ വീട്ടുപറമ്പിൽ മൃതദേഹം കൊണ്ടിടുകയായിരുന്നു എന്നതാണ് ജോർജ് പറഞ്ഞത്. എന്നാൽ പോലീസിന് ഇയാളുടെ പങ്ക് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. പുലർച്ചെ തന്നെ ഇയാൾ ചാക്ക് അന്വേഷിച്ച് സമീപത്തെ വീടുകളിലും കടകളിലും എത്തിയിരുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു. പട്ടി ചത്തിട്ടുണ്ടെന്നും പട്ടി മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു. അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം മൂത്തു ജോർജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ ഉണ്ടായ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. തുടർന്ന് മൃതദേഹം മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഇതിനു വേണ്ടിയിട്ട് കഴുത്തിൽ കയറുകെട്ടി മൃതദേഹം വലിച്ചിഴിച്ചു കൊണ്ടുവന്നു. ഇതിനിടയിലാണ് ഇയാൾ മദ്യലഹരിയിലായി ഉറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ മൃതദേഹം എത്തുന്നത്. ഏർലി മോർണിംഗിൽ പുള്ളി ചെന്നിട്ട് ഒരാളോട് ഒരു ചാക്ക് ചോദിച്ചു. വീട്ടിലൊരു കോമ്പൗണ്ടിലൊരു പട്ടി എന്തോ ചത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചാക്ക് തരുമെന്നോട് ചോദിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഏതോ കടയിൽ പോയിട്ട് കടയിൽ ഒരു പുള്ളി പറഞ്ഞിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ 2 ചാക്ക് മേടിച്ചുകൊണ്ട് പോയി വെളുപ്പിന് എന്ന് പറഞ്ഞു. ജോർജിനൊപ്പം ഭാര്യയും താമസിക്കുന്നുണ്ട്. ഭാര്യയെ കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിൽ കൊണ്ടാക്കി. അതിനുശേഷമാണ് ഇയാൾ വീട്ടിലെത്തി ലൈംഗിക തൊഴിലാളിയെ വീട്ടിൽ കൊണ്ടുവന്നത്. ഇയാളുടെ വീട്ടിൽ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ രാവിലെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ അവർക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.